പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ 60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതി ഞെട്ടലോടെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേരളം കേട്ടത്. കേസിൽ ഇതുവരെ 14 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ പിടിയിലാകുമെന്ന് പോലീസ് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒരു കായിക താരം കൂടിയായ പെൺകുട്ടിയുടെ സാമൂഹിക സാഹചര്യമൊക്കെയാണ് പ്രതികളിൽ പലരും ചൂഷണം ചെയ്തത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രാഥമികമായി മനസ്സിലാക്കിയത്. ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ പ്രതികൾ നാളെയോടെ പിടിയിലാകുമെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. 60-ലേറെ പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. CWCക്ക് ലഭിച്ച മൊഴി നേരിട്ട് പത്തനംതിട്ട SP-ക്ക് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. 2 വർഷമായുള്ള പീഡന വിവരമാണ് CWC വഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നടത്തിയ ഗൃഹസന്ദർശനത്തിനിടെയാണ് പെൺകുട്ടി ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ കുടുംബശ്രീയുടെ സ്നേഹിത പദ്ധതിയിലെ അംഗങ്ങൾ നേരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിച്ചു. പിന്നീട് ലോകമറിഞ്ഞത് ഞെട്ടിക്കുന്ന പീഡന കഥ. കുട്ടിക്ക് പേരുകളെ പറ്റി കുറേ ധാരണയുണ്ട്, പക്ഷെ അവരുടെ അഡ്രസ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ ബോട്ട്സ് കിട്ടാവുന്ന കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നിർഭയ ഹോമിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് കുട്ടിയോട് 3-4 ദിവസം എടുത്ത് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിലൂടെയാണ് ഈ മുഴുവൻ പേരുടെയും പേര് വിവരങ്ങൾ വരുന്നത്. 62ഓളം പേരുടെ പേര് വന്നു. അവർ ഓരോരുത്തരെയും എവിടെ വെച്ച് എങ്ങനെ എന്നുള്ള നിലയ്ക്കുള്ള അബ്യൂസിൻ്റെ ദുരുപയോഗത്തിൻ്റെ വസ്തുത പുറത്തു വരുന്നത്. 3 വർഷം കൊണ്ട് 64 പേർ ചേർന്ന് പല ഘട്ടങ്ങളിലായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. കായിക താരമായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും ഉണ്ടെന്നാണ് കണ്ടെത്തൽ. സ്ഥിരം മദ്യപാനിയായ അച്ഛൻ്റെ മൊബൈൽ ഫോണാണ് പെൺകുട്ടി പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. ഈ ഫോൺ തന്നെയാണ് കേസിലെ നിർണായക തെളിവായത്. മൊബൈൽ ഫോണിലുണ്ടായിരുന്ന 40-ലേറെ നമ്പറുകൾ പെൺകുട്ടി തന്നെയാണ് തിരിച്ചറിഞ്ഞത്. അച്ഛൻ്റെ ഫോണിലേക്കുണ്ടായ മറ്റു ചില ഇടപെടലുകളാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ആ ഫോൺ ഉപയോഗിച്ചാണ് മറ്റേ ദുരുപയോഗം ചെയ്ത അല്ലെ ആരോപണ വിധേയരായവർ കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നത്. ആ ഫോണിൽ കുട്ടി കണ്ടെത്തി കൊടുത്തതാണ് ഏതാണ്ട് 40ഓളം പേരുടെ ഫോൺ നമ്പറുകൾ. സ്കൂൾ ടൈമിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പരിശീലന പരിപാടിയും മറ്റുമൊക്കെ ആയിട്ട് പോയ ക്യാമ്പുകളിൽ ഒക്കെ ആയിട്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിലെ ചുട്ടിപ്പാറ മല തുടങ്ങി പലയിടങ്ങളിലും പീഡനം നടന്നു. വാഹനങ്ങളിൽ വെച്ചും പീഡനം നടന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് പലരും സമീപിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. വഴങ്ങാതിരുന്നപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായും പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് പതിയെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കായിക താരമായ പെൺകുട്ടി നിരവധി മീറ്റുകളിൽ പങ്കെടുക്കാൻ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ പീഡനം നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പീഡനം നടത്തിയതിൽ കായികാധ്യാപകരും ഉൾപ്പെടുമെന്നും പറയുന്നു, ഒപ്പം പരിശീലനം നടത്തിയവരും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായ ദൗത്യമാണ് അവരുടെ മുൻപിലുള്ളത്. പെൺകുട്ടിയുടെ മൊഴി വീണ്ടും എടുക്കുകയാണ്. അതൊരു സൈക്കോളജിസ്റ്റ് ഉപയോഗിച്ചാണ് ആ മൊഴിയെടുക്കൽ പൂർത്തിയാക്കുന്നത്. എന്തായാലും ദക്ഷിണ മേഖല DIG അടക്കമുള്ള ആളുകൾ ഈ കേസന്വേഷണം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പൂർണ്ണമായി പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഇത്തരമൊരു കേസ് അപൂർവങ്ങൾ ആയതിനാൽ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇത്തരം കേസുകളിലെ പ്രതികൾ ഒരിക്കലും രക്ഷപ്പെട്ടുകൂടാ. അവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് പൊതുജനം അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ കേൾക്കാം. എന്താണ് ജനങ്ങൾക്ക് ഈ നാടിന് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇതിലേക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ക്രൂരമായ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ആൾക്കാർക്ക് കടുത്ത ശിക്ഷകൾ കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. കാര്യം ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ കടുത്ത ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആവർത്തിക്കത്തില്ല. ഇതിപ്പോൾ കുറ്റങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിയമത്തിൻ്റെ നടപടികൾ കറക്റ്റായിട്ട് കുറച്ചുകൂടെ കാഠിന്യമാവണം. ജനങ്ങൾക്ക് കുറച്ചുകൂടെ അവയർനെസ് ഉണ്ടാവണം. ഞരമ്പി രോഗങ്ങളായ ഇങ്ങനത്തെ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വേണ്ടപ്പെട്ട ശിക്ഷകൾ കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. നടന്നത് ഏറ്റവും വലിയ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം.
ഇനിമേൽ ഇങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ല, 100% ആവർത്തിക്കാനും പാടില്ല. അതിന് ഭരണകർത്താക്കളും അതുപോലെ തന്നെ പൊതുജനങ്ങളും നല്ലൊരു അവയർനെസ് ഉണ്ടാകണം. കേരളത്തിനകത്ത് ഇതല്ല, ഇതിൽ നിന്നും വലിയ സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ ഈ സമൂഹം വളരെ ജാഗ്രതയായിട്ട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സംഭവിക്കരുത്. ഒരു അമ്മപെങ്ങന്മാരെ അഭിമാനിക്കണതോ അല്ലെങ്കിൽ ദ്രോഹിക്കണതോ ആ വഴിയെ ഒന്നും സംഭവിക്കരുത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് വളരെ ക്രൂരമായ ഒന്നാണ്. മനസാക്ഷിരഹിതമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തി ചെയ്തവരെ നമ്മുടെ നീതിപീഠം തക്കതായ ശിക്ഷ നൽകണമെന്നതാണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സീന മുഹമ്മദ് പറയുകയാണ്, ശിക്ഷയുടെ രീതി മാറ്റാതെ ഇങ്ങനെയുള്ള തെറ്റുകൾ അതിന് കുറവുണ്ടാകില്ല എന്നാണ് സീന മുഹമ്മദ് പറയുന്നത്. അതുപോലെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ എന്നാണ് ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നത്. ആണോ, അങ്ങനെയാണോ എന്ന് തിരികെ ചോദിക്കേണ്ടി വരികയാണ്. അത്തരം ചില സംഭവങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലേതുപോലെ ജാമ്യം പോലും ഇല്ലാതെ അകത്തിടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇതിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കുറ്റം ചെയ്താൽ രാഷ്ട്രീയക്കാർ അവർക്ക് ശിക്ഷയൊന്നുമില്ല, അവർ രക്ഷപ്പെട്ടു പോകുന്നു, അത്തരം പല പരാമർശങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ആളുകൾ വരും, കുറ്റം ചെയ്തവരെ പാർട്ടികൾ സംരക്ഷിക്കുമെന്ന് ഷിബു തോമസ് പറയുന്നു. അങ്ങനെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വലിയ ചർച്ചയും നടക്കുന്നുണ്ട്. നടക്കട്ടെ, എന്തായാലും മുഴുവൻ പ്രതികളെയും പിടികൂടണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം, നിയമത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരണം. അതിന് പോലീസിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.